ഈശ്വരഏറ്റവും പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പ്രമുഖ പങ്കുകാരാണ് നാം ഓരോരുത്തരും, നമ്മുടെ ജീവിതവും. ഈ ഒരു ബോധ്യം നമുക്ക് നിരന്തരം പുലർത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് ദൈവത്തിന്റെ സ്വരം നാം ശ്രവിക്കുന്നത്, അതല്ലെങ്കിൽ ക്രിസ്തുവാകുന്ന സദ്വാർത്തയെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നത്, അതനുസരിച്ചാണ് ക്രിസ്തുവിനെ പ്രഘോഷിക്കുക എന്ന ദൗത്യത്തിൽ നമുക്ക് മുന്നേറാൻ കഴിയുക. യേശുവിനെ എല്ലാം നേടിത്തരുന്ന ഒരാളായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരാൾക്ക് ഈ ലോകത്തോട് പറയാനുള്ളതും അപ്രകാരം എല്ലാം സാധ്യമാക്കുന്ന ഒരുവനാണ് യേശു എന്ന നിലയ്ക്കാണ്. വാസ്തവത്തിൽ സുവിശേഷം എന്നത് ക്രിസ്തുവിൽ സമ്പൂർണമായ രക്ഷയെ സംബന്ധിച്ച വാർത്തയാണ്. ദൈവം രക്ഷിക്കുന്നു എന്ന വാക്കാണ് യേശു. ആ വാക്കിന്റെ പ്രക്രിയാരൂപമായ യേശു എപ്രകാരമാണ് ലോകത്തെ പാപത്തിന്റെ കെട്ടിൽ നിന്ന്, പൈശാചികതയുടെ അടിമത്തത്തിൽ നിന്ന്, ലോക താല്പര്യങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്നതെന്നും നിത്യനാശത്തിൽ നിന്ന് നമ്മെ കരകയറ്റുന്നതെന്നും ഹൃദയപരമായ ബോധ്യമുണ്ടാകുമ്പോൾ മാത്രമേ ക്രിസ്തുവിനെ സഭ പ്രഘോഷിക്കുന്ന രീതിയിൽ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റൂ. സഭ യേശുവിന്റെ ശരീരമാണ്. ആ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മിൽ ഓരോരുത്തരിലൂടെയുമാണ് സഭ ആനുകാലിക ലോകത്ത് ദൈവം രക്ഷിക്കുന്നു എന്ന വാക്കിന് വിളംബരം ചെയ്യുന്നത്. അപ്രകാരം ഒരു ഹൃദയബോധ്യം നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ക്രിസ്തു പ്രകാശിക്കേണ്ടത് എന്നത് തിരിച്ചറിയാതെ പോകുന്നുവെങ്കിൽ നിശ്ചയമായും നമ്മുടെ ജീവിതം അർത്ഥരഹിതമാകും. പ്രഘോഷണം എന്ന ദൗത്യത്തിൽ നിന്ന് നാം അകന്നുപോകും. ദൈവത്തിന്റെ സ്വരം എങ്ങനെയാണ് കേൾക്കുന്നത് എന്നതനുസരിച്ചാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ നാം ഹൃദയത്തിൽ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്നതനുസരിച്ചാണ് പ്രഘോഷണ ദൗത്യത്തിൽ നമുക്ക് മുന്നേറാൻ പറ്റുക. ജീവിതമാണ് പ്രഘോഷണം. നമ്മുടെ ജീവിതം കൊണ്ട് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടെങ്കിൽ, അഥവാ ക്രിസ്തു രഹസ്യത്തിനനുസരിച്ച് ജീവിതമല്ല നാം നയിക്കുന്നതെങ്കിൽ, പ്രഘോഷണ ദൗത്യത്തിൽ നാം പരാജയപ്പെടുകയാണ്. ക്രിസ്തുവിൽ നിന്ന് അകന്നു നിൽക്കുകയാണ്. നാം അവതരിപ്പിക്കുന്നത് നമ്മൾ വരച്ചു കാട്ടുന്ന ക്രിസ്തുവിനെയാണ്, യഥാർത്ഥത്തിലുള്ള ക്രിസ്തുവിനെയല്ല. നമ്മൾ വരച്ചു കാട്ടുന്ന ക്രിസ്തു എങ്ങനെയാണ്? കാര്യങ്ങളൊക്കെ നേടിത്തരുന്ന, അത്ഭുത സിദ്ധിയുള്ള, എന്തിനും പരിഹാരമായി നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും യേശുവിനെ നാം ചിത്രീകരിക്കുക. ഈ ലോക ജീവിതം ക്രിസ്തുവിലായിത്തീരുക എന്നതിനർത്ഥം അവൻ എപ്രകാരമാണ് ഈ ലോകത്തിലായിരുന്നത്, അവൻ എപ്രകാരമാണ് സഹനങ്ങളെ നേരിട്ടത്, അവൻ എപ്രകാരമാണ് അപമാനങ്ങളെ നേരിട്ടത്, അവൻ എങ്ങനെയാണ് സ്നേഹം പ്രഘോഷിച്ചത്, അവൻ എങ്ങനെയാണ് ജീവിതം എല്ലാവർക്കും വേണ്ടിയായി സ്വയം സമർപ്പിച്ചത്, പരിഹാര ബലിയായി മാറിയത് എന്ന നിലയ്ക്ക് ക്രിസ്തുവിനെ കാണാനും അനുഭവിക്കാനും കഴിയുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തോട് ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ കഴിയൂ. സദ്വാർത്തയാണ് ക്രിസ്തു. യേശു അല്ലാതെ മറ്റൊരു വെളിപാട് വേറെ വരാനില്ല. ക്രിസ്തുവിൽ വെളിപ്പെട്ട സമ്പൂർണമായ രക്ഷയെ ലോകത്ത് അവതരിപ്പിക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിന്റെ സ്വരം ശ്രവിക്കുന്നതിൽ നമുക്ക് ഉയർന്നു നിൽക്കാൻ കഴിയണം. ദൈവത്തിന്റെ സ്വരത്തെ പ്രധാനമായി തിരിച്ചറിയാൻ കഴിയണം. സംഖ്യാപുസ്തകത്തിൽ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരാളെ നമുക്ക് കാണാൻ പറ്റും. സംഖ്യാപുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ബാലാം പ്രവാചകൻ, ബാലക് രാജാവ് ബാലാം പ്രവാചകനെ ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അങ്ങനെ ഇസ്രായേലിനെ ശപിക്കാൻ വേണ്ടി പ്രവാചകനെ വിളിക്കുമ്പോൾ ഈ പ്രവാചകൻ ആദ്യം പോകാൻ തയ്യാറാകുന്നില്ല. ദൈവത്തോട് അനുവാദം ചോദിക്കുന്നു. ദൈവം അനുവാദം കൊടുക്കുന്നില്ല. ഒടുവിൽ പ്രലോഭനങ്ങൾ ഉണ്ടാവും, ഇക്കിളിപ്പെടുത്തലുകൾ ഉണ്ടാവും. ലോകത്തിന്റെ സൗഭാഗ്യങ്ങൾ നൽകാമെന്ന് പറയുമ്പോൾ ബാലാം പ്രവാചകൻ പോകാൻ നിർബന്ധിതനാകുന്നു. അങ്ങനെ വീണ്ടും വീണ്ടും ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ബാലാമിന്റെ വഴിക്ക് വിടുകയാണ്. നാം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലും ബാലാം പ്രവാചകന്റെ രൂപം നമുക്ക് കാണാം. യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ ഉറച്ചു ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ച് ശിഷ്യത്വം സ്വീകരിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നാം ലോകത്തിന്റെ ഇക്കിളിപ്പെടുത്തലുകൾക്ക് വിധേയരാകുന്നുണ്ട്. ലോകം വെച്ച് നീട്ടുന്ന സൗഭാഗ്യങ്ങൾ, ലോകം വെച്ച് നീട്ടുന്ന സ്ഥാനമാനങ്ങൾ, ലോകം നൽകുന്ന സുഖഭോഗങ്ങൾ, അവയിലേക്കൊക്കെ നമ്മൾ തിരിഞ്ഞു പോകും. ലോകസാമാന്യതയിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന നാം, ആനുകാലിക ലോകത്ത് ഏറ്റവും പ്രകടമായി കാണാവുന്ന ഒരു കാര്യം, സമ്പദ് കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സമ്പത്താണ് പരമപ്രധാനം. മനുഷ്യത്വത്തെക്കാൾ ഉപരിയായി സമ്പത്തും അധികാരവും പ്രശസ്തിയും ഒക്കെ മേൽക്കൈ നേടുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ പലപ്പോഴും നമ്മെ ഇക്കിളിപ്പെടുത്തുന്ന ഒന്നായി സമ്പത്ത് വരും. സമ്പത്തുണ്ടായിരുന്നെങ്കിൽ സുഖമായിരിക്കും എന്ന് കരുതുന്ന സാമാന്യ ജനം മുതൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ സുവിശേഷ പ്രഘോഷണം ശക്തമായേനെ എന്ന് കരുതുന്ന
പ്രഘോഷകർ വരെയുള്ളവരുടെ നിരയിൽ നമുക്ക് ഈ വ്യതിചലനം കാണാൻ പറ്റും. ഇക്കിളിപ്പെടുത്തുന്ന ലോകപ്രലോഭനങ്ങളുടെ പിന്നാലെ പായുന്ന ഒരു വിശ്വാസ സമൂഹത്തെ നമുക്ക് നമ്മുടെ ഇടയിൽ കാണാൻ പറ്റും. അതുകൊണ്ടാണ് സുഖഭോഗങ്ങൾ തേടി കാര്യങ്ങൾ നേടാൻ വേണ്ടി ദേവാലയങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലും നവനാൾ കേന്ദ്രങ്ങളിലും ഒക്കെ നാം ഇഴഞ്ഞു നീങ്ങുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് സൗഭാഗ്യമായി നാം കാണുന്ന ക്രിസ്തുവിനെയല്ല, സദ്വാർത്തയായി നാം കാണുന്ന ക്രിസ്തുവിനെയല്ല, നാം കാണുന്നത് ലോകമോഹങ്ങളെയാണ്. ഇങ്ങനെ ബാലാം പ്രവാചകൻ പോകുമ്പോൾ ബാലാമിന്റെ കഴുത വഴിയിൽ വെച്ച് പല പ്രാവശ്യം ബാലാമിന്റെ യാത്രയെ തടയുന്നുണ്ട്. അങ്ങനെ തടയുമ്പോൾ ബാലാം പ്രവാചകൻ ഈ കഴുതയെ അടിക്കുമ്പോൾ കഴുത തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നു. കഴുത തിരിഞ്ഞു നിന്ന് സംസാരിക്കുമ്പോൾ ബാലാം പ്രവാചകൻ അസ്തപ്രജ്ഞനായി മാറുകയാണ്. കാരണം ബാലാം അപ്പോഴാണ് കാണുന്നത് കഴുതയുടെ മുൻപിൽ ഊരിപ്പിടിച്ച വാളുമായി ദൈവദൂതൻ നിൽക്കുന്നു. ദൈവം നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ കൊണ്ടുവരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം നമ്മുടെ പ്രയാണ വഴിയിൽ എവിടെയെങ്കിലുമൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നാം കരുതുന്നത് അത് ഈ സാഹചര്യങ്ങൾ നമ്മെ തടയുന്നതാണ്, വ്യക്തികൾ നമ്മെ തടയുന്നതാണ്, ഇവരാണ് നമ്മുടെ ജീവിതത്തിലെ ശത്രു എന്ന നിലയ്ക്കാണ് നമ്മൾ അവയ്ക്കെതിരെ തിരിയാൻ തുടങ്ങും. അങ്ങനെ തിരിയുമ്പോൾ യഥാർത്ഥത്തിൽ നാം കാണാതെ പോകുന്നത് ദൈവം നമ്മോട് പറയുന്ന വാക്കിനകത്തുള്ള പൊരുൾ തിരിച്ചറിയാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ ഈ മാർഗത്തിലുള്ള തടസ്സങ്ങൾ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന മാർഗ തടസ്സങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ കാണിച്ചു തരാൻ വേണ്ടിയാണ്, ബോധ്യങ്ങൾ നൽകാൻ വേണ്ടിയാണ്. ബാലാം പ്രവാചകൻ പിന്നീട് പ്രവചിക്കുന്നത് ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് നമുക്കറിയാം. കർത്താവ് അനുഗ്രഹിച്ചവരെ ഞാൻ ശപിക്കുന്നത് എങ്ങനെയാണെന്ന് ബാലാം പ്രവാചകൻ ചോദിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ പോകുന്നത് എങ്ങനെയാണെന്ന് ഏറ്റവും എളുപ്പത്തിൽ പറയാം. നമ്മൾ ഒരു പ്രാവശ്യം ദൈവത്തോടൊരു കാര്യം ചോദിക്കുന്നു, വീണ്ടും വീണ്ടും നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? വീണ്ടും വീണ്ടും കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്, നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യം നമ്മൾ ദൈവത്തോട് പറഞ്ഞു, ഒരു ജോലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ കാൽ വയ്ക്കുന്നതിനെ സംബന്ധിച്ചോ ദൈവത്തോടൊരു അനുവാദം നമ്മൾ ചോദിച്ചു. ദൈവം നിശബ്ദനാണെങ്കിൽ നാം അവിടെ ദൈവസന്നിധിയിൽ നിശബ്ദരായിരിക്കണം. ദൈവം പറയുന്നത് നടക്കട്ടെ എന്ന് വിചാരിക്കണം. പക്ഷേ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ വീണ്ടും വീണ്ടും നമ്മുടെ ഈ ആഗ്രഹങ്ങളെ ഉണർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വിചാരിക്കുന്നത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതിന് ഇത് ഗുണകരമായി മാറുമെന്നാണ്. നിരന്തരം പ്രാർത്ഥിക്കുക എന്നതിനർത്ഥം നിരന്തരമായി ദൈവവുമായി ബന്ധം ഉണ്ടാകുക എന്ന് മാത്രമാണ്. അതല്ലാതെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ച് ദൈവത്തിൻ്റെ മുൻപിൽ നിന്ന് എങ്ങനെയെങ്കിലും അനുവാദം മേടിച്ചെടുക്കാം എന്നതിന് വേണ്ടിയല്ല നിരന്തര പ്രാർത്ഥന. അപ്പോൾ ബാലാം പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മൗനത്തെ തിരിച്ചറിയുന്നില്ല. ദൈവം ബാലാമിനോട് പോകരുത് എന്ന് ആദ്യം പറയുമ്പോൾ അത് കേൾക്കാൻ ബാലാം തയ്യാറാകുന്നില്ല. ബാലാം വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഒടുവിൽ ദൈവം അനുവാദം കൊടുത്തതായി കരുതി ബാലാം യാത്ര ആരംഭിക്കുന്നു. യാത്ര തടസ്സപ്പെടുന്നു. ദൈവത്തിൻ്റെ വാക്ക് കേൾക്കുന്നതിലുണ്ടായ വീഴ്ച ബാലാമിന് ഗുണകരമായിട്ടല്ല ഭവിക്കുന്നത് നമുക്കറിയാം. വീണ്ടും നമുക്ക് കാണാം, യെശയ്യാ പ്രവചനത്തിൽ പറയുകയാണ്, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഇത് കേട്ടില്ല, ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറായില്ല, ദൈവത്തിന് ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ തയ്യാറായില്ല. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്, നിന്നെ സ്നേഹിക്കുന്നവനാണ് ഞാൻ, തെറ്റ് ചെയ്യുമ്പോൾ തള്ളിക്കളയുന്നവനല്ല. നിന്റെ പാപങ്ങൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാനാണ്, നിന്നോട് ക്ഷമിക്കുന്ന ദൈവം ഞാനാണ്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തു, പിന്നീട് വന്നവർ അത് തുടർന്നു, പാപവഴിയിലൂടെ ചരിച്ചു. നിന്റെ പ്രഭുക്കന്മാർ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കി, പാപവഴിയിലൂടെ നിങ്ങൾ ചരിച്ചു. അങ്ങനെ ഇസ്രായേലിന്റെ നാശത്തിന് നിന്നയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തു. ഇസ്രായേൽ ഗോത്രത്തെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത്. ആദ്യം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിനെ കുറിച്ചാണ്, പഴയ നിയമ ഇസ്രായേലിനെ കുറിച്ചാണ്, പുതിയ നിയമത്തിൽ ഇസ്രായേലായ സഭയെക്കുറിച്ചല്ല. അപ്പോൾ അവിടെ ഇങ്ങനെ നിന്നയ്ക്കൊക്കെ വിട്ടുകൊടുത്തു. അങ്ങനെ വിട്ടുകൊടുത്തെങ്കിലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. യാക്കോബെ, ഞാൻ സ്നേഹിക്കുന്ന ഇസ്രായേലെ, ഞാൻ നിന്നെ വീണ്ടെടുക്കും. ദൈവം പ്രവാചകനിലൂടെ പറയുകയാണ്, എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തെരഞ്ഞെടുത്ത ജഷൂറിനെ ഞാൻ നിന്നെ കൈവിടുകയില്ല. എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തെരഞ്ഞെടുത്ത ജഷൂറിനെ ഞാൻ നിന്നെ കൈവിടുകയില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ വീണ്ടെടുക്കും. അങ്ങനെ വരണ്ട നിലത്ത് അരുവികൾ ഒഴുക്കും, ഞാൻ നിന്നെ പുനഃപ്രതിഷ്ഠിക്കും. നിന്നിലേക്ക് ജനതകൾ മടങ്ങി വരും. ഞാനാണ് കർത്താവ്, ആദിയും അന്തവുമായവൻ. ആദ്യം മുതൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയാണ്. ആ സ്നേഹപ്രവൃത്തി തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. ദൈവം നൽകുന്ന സന്ദർഭങ്ങളെ, ദൈവത്തിന്റെ വാക്കുകളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. അങ്ങനെ വീഴ്ചകളിലൂടെ കടന്നു വന്ന ഇസ്രായേലിനോട് ദൈവം പറയാണ്, ഞാൻ നിന്നെ എന്നേക്കുമായി തള്ളിക്കളയുകയില്ല.
ആ തള്ളിക്കളയില്ല എന്ന വാക്കാണ് ക്രിസ്തുവിൽ നിറവേറുന്നത്. ക്രിസ്തുവിൽ ആ വാക്ക് നിറവേറുന്നത് സ്വീകരിക്കാൻ ലോകത്തിന് സാധ്യമല്ല. ദൈവത്തിന്റെ വാക്ക് കേൾക്കാൻ ലോകത്തിന് സാധ്യമല്ലാത്തപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ദൈവദൂതൻ അവതീർണനാകുന്നത്. ആ വാക്ക് കേൾക്കാൻ ലോകത്തിന് സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിലാണ് വഴിതെറ്റി നിയമാനുഷ്ഠാനത്തിന്റെ വഴിയെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിച്ച് നേടാമെന്ന വ്യാമോഹത്തിന്റെ നടുവിലാണ് ദൈവം പരിശുദ്ധ മറിയത്തിന് മുൻപിൽ ദൈവദൂതനെ അയക്കുന്നത്. ദൈവദൂതൻ മറിയത്തോട് പറയുന്ന വാക്കുകൾ മറിയം സ്വീകരിക്കുന്നു. എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മറിയം സന്ദേഹത്തോടെയാണ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് ദൂതൻ പറയുമ്പോൾ തന്നെ മറിയം അസ്വസ്ഥയാകുന്നുണ്ട്. തന്നോടിങ്ങനെ വന്ന് പറയാൻ ദൈവം ആളെ അയക്കുമോ, ദൂതനെ അയക്കുമോ? മറിയം അസ്വസ്ഥയാവുന്നു. അങ്ങനെ അസ്വസ്ഥയാകുന്ന മറിയത്തോട് ദൂതൻ പറയാണ്, നിന്നോടൊരു സദ്വാർത്ത പറയാൻ ഞാൻ വന്നതാണ്. ആ സദ്വാർത്ത എന്താണ്? ദൈവത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുകയും അതേസമയം ദൈവവചനത്തെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹ മധ്യത്തിൽ വെച്ചാണ് മറിയത്തോട് ദൂതൻ സംസാരിക്കുന്നത്. ദൈവകൃപ നിറഞ്ഞവളെ നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. എന്നിട്ട് യെശയ്യാ പ്രവാചകനിലൂടെ അരുൾ ചെയ്യപ്പെട്ട കാര്യങ്ങൾ മറിയത്തോട് ദൂതൻ അറിയിക്കുകയാണ്. മറിയം ആദ്യം പറയുന്നത്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാനിതെങ്ങനെ വിശ്വസിക്കും? മറിയത്തോട് ദൈവദൂതൻ ദൈവവചനം പറയുകയാണ്. യെശയ്യാ പ്രവചനം 7:14 പറയുകയാണ്, അങ്ങനെ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ഇസ്രായേലിന്റെ രക്ഷകനായിരിക്കുമെന്ന് പറയുമ്പോൾ മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ആ വാക്ക് സ്വീകരിക്കുന്നു. ദൈവം മറിയത്തോട് പറയുന്ന വാക്ക് ദൈവത്തിന്റെ തിരുലിഖിതങ്ങളിൽ നിന്ന് ഉദ്ധരിച്ച് ദൂതൻ പറയുമ്പോൾ നിശ്ചയമായും മറിയത്തിന്റെ ഹൃദയത്തിന്റെ അസ്വസ്ഥതകൾ നീങ്ങുകയും അവൾ ആ വചനം സ്വീകരിക്കുകയും ചെയ്തു. നമ്മുടെ ജീവിത സാഹചര്യത്തിലും ദൈവം നിരന്തരം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവം പല രീതിയിലാണ് സംസാരിക്കുക. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ, മറ്റുള്ളവരിലൂടെ ഒക്കെ ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ട്. ദൈവം നമ്മോട് സംസാരിക്കുന്ന ഒരു സദ്വാർത്തയെ സംബന്ധിച്ചാണ്. ക്രിസ്തുവിൽ നിറവേറിയ സദ്വാർത്തയാണ് ഇന്ന് ദൈവം നമ്മോട് പറയുന്നത്. ക്രിസ്തുവിൽ നിറവേറിയ സദ്വാർത്തയെ നമ്മോട് പറയുമ്പോൾ മറിയം സ്വീകരിച്ച അതേ മനോഭാവത്തോടെ, ദൈവവചനത്തെ സ്വീകരിക്കുന്ന അതേ മനോഭാവത്തോടെ സ്വീകരിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് ജീവിത സന്ദർഭങ്ങളെക്കുറിച്ച് പരാതിപ്പെടുകയും ജീവിതത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെയും പ്രതികൂലങ്ങളെയും അസ്വസ്ഥതകളെയും ഒക്കെ തള്ളി മാറ്റാനുള്ള ഉപാധിയായി പ്രാർത്ഥനയെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു പോകണം നമ്മൾ. ദൈവത്തിന്റെ വാക്ക് ദൈവദൂതനിൽ നിന്ന് സ്വീകരിക്കുന്ന മറിയം കർത്താവിന്റെ സന്നിധിയിൽ സ്വയം സമർപ്പിക്കുന്നവളായി മാറുന്നു. ദൈവത്തിന്റെ വാക്ക് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നാം പ്രതികരിക്കുക? നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരു സാഹചര്യം തരികയാണ്. ആ സാഹചര്യം ദൈവത്തിൽ നിന്ന് വന്നതാണ് എന്ന ബോധ്യത്തോടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഒരു കഷ്ടതയാകാം, ക്ലേശമാകാം, ദുഃഖമാകാം, ഈ ലോകത്തിന്റെ സഹജമായ എല്ലാ കുറവുകളും പോരായ്മകളും ആയിരിക്കാം ഈ സംഭാഷണമായിട്ട് ദൈവം ഉപയോഗിക്കുക. ദൈവം പറയുന്ന ആ വാക്ക് കേൾക്കുമ്പോൾ ആ വാക്കിനോട് പ്രത്യുത്തരിക്കാൻ നമുക്ക് എത്രത്തോളം കഴിയുന്നുണ്ട്? ഞാനും നിങ്ങളും തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നും ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നതെന്നും യേശു നമ്മിലൂടെ പ്രകാശിക്കേണ്ടതുണ്ടെന്നും പറയുമ്പോൾ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് ജീവിതത്തിൽ ഒരു കഷ്ടാനുഭവം ഉണ്ടാകുന്നു, ഒരു ദാരിദ്ര്യമോ ദുഃഖമോ ദുരിതമോ ഉണ്ടാകുന്നു. ആ ദുരിതത്തെയും ആ സാഹചര്യത്തെയും തള്ളി മാറ്റാനുള്ള പ്രവണതയാണ് നമുക്കുള്ളത്. ആ സാഹചര്യത്തെ, ദൈവമേ നിന്റെ കരങ്ങളിൽ നിന്ന് ഈ സാഹചര്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ക്രിസ്തു വെളിപ്പെടേണ്ടത്. യേശു എങ്ങനെയാണ് വെളിപ്പെടുക? യേശു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് എങ്ങനെയാണ്? സഹനങ്ങളെ സ്വീകരിക്കുന്നത് നിലയ്ക്കാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ നിന്നാണ് താൻ തന്റെ ജീവിതത്തെ സ്വീകരിക്കുന്നതെന്ന് ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന അപമാനങ്ങളെയും ഇല്ലായ്മകളെയും ദാരിദ്ര്യത്തെയും അസ്വസ്ഥതകളെയും ഹൃദയത്തിൽ സ്വീകരിക്കാൻ ക്രിസ്തുവിന് കഴിയുന്നുണ്ട്. ക്രിസ്തു ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. താൽക്കാലിക ലക്ഷ്യങ്ങളിലേക്കല്ല ക്രിസ്തുവിന്റെ നോട്ടം പിതാവിന്റെ വലതുഭാഗത്തേക്കാണ്. നമ്മളാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് സാഹചര്യത്തെയും കാണുന്നത് താൽക്കാലിക സാഹചര്യങ്ങളായിട്ടല്ല, അതൊക്കെ നിത്യമായ സാഹചര്യങ്ങളായിട്ടാണ്. അതുകൊണ്ട് ഈ ലോക നേട്ടങ്ങളിലേക്കാണ് നമ്മുടെ ശ്രദ്ധ. നമുക്കൊരിക്കലും ദൈവം പറയുന്ന വാക്ക് കേൾക്കാൻ പറ്റാതെ പോകുന്നു. ദൈവം നമ്മളൊരു സാഹചര്യത്തിലൂടെ സംസാരിക്കുമ്പോൾ ആ സാഹചര്യത്തിലൂടെ ദൈവം എന്നോട് പറയുന്നത് എന്ത് എന്ന്, ദൈവമേ നിന്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ മറിയത്തിന്റെ മനോഭാവത്തോടെ നമുക്ക് സ്വീകരിക്കാൻ കഴിയാതെ പോകുന്നു. വചനത്തിൽ അധിഷ്ഠിതമല്ലാത്തൊരു മനോഭാവമാണ് നമുക്കുള്ളത്. ദൈവത്തിന്റെ വചനമാകുന്ന ക്രിസ്തുവിൽ അധിഷ്ഠിതമാണ് നമ്മുടെ മനോഭാവമെങ്കിൽ ജീവിത ക്ലേശങ്ങൾ നിത്യരക്ഷയിലേക്ക് നമ്മെ നയിക്കുമെന്ന ബോധ്യത്തിൽ നമ്മൾ എത്തിച്ചേരും. നമ്മൾ അങ്ങനെയാണോ എത്തിച്ചേരുന്നത്? ഒരു കഷ്ടാനുഭവത്തെ, ജീവിതത്തിലുണ്ടാകുന്ന ഒരു ദുരിതത്തെ ദൈവം എൻ്റെ കരങ്ങളിലേക്ക് വെച്ചു തന്നതാണെന്ന് ബോധ്യത്തോടെ സ്വീകരിക്കുകയും ആ കഷ്ടാനുഭവങ്ങളിൽ ഒരു ഉദ്ധാന രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന മനോഭാവത്തോടെ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യുന്നുണ്ടോ? നിത്യരക്ഷയ്ക്ക് അനുഗുണമായി തീരും ഈ സാഹചര്യം എന്ന ബോധ്യം നമുക്കുണ്ടാകുന്നുണ്ടോ? ഒരു നന്മയുടെ അനുഭവമാണെന്നിരിക്കട്ടെ, ഭൗമികമായി ലഭിക്കുന്ന ഒരു നേട്ടമോ ഒരു നന്മയോ ആണെന്നിരിക്കട്ടെ, ഈ ഭൗമികമായ നന്മ എനിക്കുണ്ടാകുമ്പോൾ അതിലൂടെ ദൈവം എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ നാം ചെവി തുറക്കുന്നില്ല, ഹൃദയം തുറക്കുന്നില്ല.
അതുകൊണ്ട് ഈ സാഹചര്യം എന്നോട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് എൻ്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഇവയെ ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാവുന്നു. അതുകൊണ്ടാണ് എനിക്ക് സമ്പത്ത് ഉണ്ടാകുമ്പോൾ ആ സമ്പത്ത് എൻ്റേത് മാത്രമാണെന്ന് കരുതാൻ ഞാൻ പ്രേരിതനാകുന്നത്. നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ഭാവമാണ്. എനിക്ക് ദൈവം നൽകിയിട്ടുള്ള ഈ നന്മ എനിക്ക് വേണ്ടിയല്ലെന്നും അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയാണെന്നും ഞാൻ തിരിച്ചറിയുന്നില്ല. ജീവിതത്തിൽ ഏത് സാഹചര്യം പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവും, ദൈവം എന്നോട് പറയുന്ന വാക്ക് ഇതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്, ഇതിൽ എന്നോട് സംസാരിക്കുന്നുണ്ട്. ദൈവവചനം ഈ സാഹചര്യത്തെ സംബന്ധിച്ച് എന്നോട് എന്താണ് പറയുന്നതെന്ന് ക്രിസ്തുവിൽ വെളിപ്പെട്ടിട്ടുണ്ട്. ആ വെളിപ്പെട്ട വാർത്തയെ ഞാൻ സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് താൽക്കാലികമായി വിമോചനമായി സാഹചര്യത്തെ കാണുന്നു, അല്ലെങ്കിൽ ദൈവം നൽകുന്ന അനുഗ്രഹമായിട്ട് കാണുന്നു. ദൈവാനുഗ്രഹം എന്നാൽ ദൈവം കൂടെ വരിക എന്നതാണെന്നും ദൈവം അങ്ങനെ കൂടെ വന്നിട്ട് എന്നോട് സംസാരിക്കുന്നത് ക്രിസ്തുവിൽ ജീവിതത്തെ സമർപ്പിക്കാനാണെന്നുള്ള കാര്യം ഞാൻ മറന്നു പോകുന്നു. ഇത് വിവിധങ്ങളായ ജീവിതാവസ്ഥകളെ നമുക്ക് കാണാം. ദൈവം നമ്മോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്ത് ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ വിളിക്കുക എന്നത് ചെറിയ കാര്യമല്ല. ക്രിസ്തുവിൽ ആയിരിക്കുന്ന നമുക്ക്, അവനിൽ ജീവിക്കുന്ന നമുക്ക് ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ വെളിപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ ഇപ്പൊ സമ്പത്ത് കരഗതമാകുന്ന ഒരു അവസ്ഥയാണെന്നിരിക്കട്ടെ, സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്ന ഒരു അവസ്ഥ, അധ്വാനം മുഖേന അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം മുഖേന ഒരു സമ്പത്ത് നമ്മുടെ കയ്യിൽ വന്നു ചേരുന്നു. ആ വന്നു ചേരൽ അനുഭവം നമുക്ക് നൽകുന്ന പ്രേരണ എന്താ? അത് സ്വരുക്കൂട്ടി വെക്കാനാണോ, സ്വന്തം താല്പര്യത്തിന് ഉപയോഗിക്കാനാണോ, മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്യാനാണ് ദൈവം എൻ്റെ കയ്യിൽ തന്നിട്ടുള്ളതെന്ന് ബോധ്യമാണോ? നമ്മളെപ്പോഴും നമ്മളെന്ന് പറയുന്നതിൽ പോലും ഒരു സങ്കുചിതത്വം പുലർത്തുന്നവരാണ്. സ്വന്തം കുടുംബം, ഞാൻ, എൻ്റെ കുടുംബം, ഞാനുമായി ബന്ധപ്പെട്ടവർ എന്നതിലേക്ക് ചുരുക്കിയാണ് നമ്മളെന്ന വാക്കിനെ നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ മനുഷ്യകുലം മുഴുവനും വേണ്ടി വ്യയം ചെയ്യാനാണ് ദൈവം നമുക്ക് നൽകുന്നത്, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനാണ് സമ്പത്ത് നൽകുന്നത് എന്ന യാഥാർത്ഥ്യത്തെ നാം വിസ്മരിച്ചു കളയുന്നു. ദൈവം നമ്മോട് പറയുന്നത് എന്തെന്ന് നാം കേൾക്കുന്നില്ല. സമ്പത്ത് കൈവരുമ്പോൾ അങ്ങനെ കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല, സമ്പത്തില്ലാതെ വരുമ്പോഴും സമ്പത്തിൽ ആശ്രയിക്കുകയല്ല വേണ്ടത്. ദൈവമാണ് രക്ഷ, ദൈവത്തിലാണ് വിജയം. ദൈവം നമുക്ക് നൽകുന്ന ഈ സാഹചര്യം ദൈവികമായ ഇടപെടലിന്റെ സാഹചര്യമാണ്. ഈ സാഹചര്യം മുഖേന ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന കാര്യം നാം വിസ്മരിച്ചു കളയുന്നു. ദാരിദ്ര്യം എന്ന അവസ്ഥ സുഖകരമായൊരു കാര്യമല്ല. പക്ഷേ ക്രിസ്തു ദാരിദ്ര്യത്തിലേക്ക് വന്നു എന്നത്, ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം സമർപ്പിതനായി എന്നുള്ളത് ഹൃദയത്തിൽ ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ച് ജീവിതത്തിലുണ്ടാകുന്ന ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവസ്നേഹത്തെ തിരിച്ചറിയാൻ അയാൾക്ക് കഴിയും. ജീവിതം ബുദ്ധിമുട്ടുള്ളതായി മാറുമ്പോൾ, ക്ലേശകരമായി മാറുമ്പോൾ അത് തള്ളിമാറ്റുന്നതാണ് പ്രാർത്ഥനയെന്ന് തെറ്റിദ്ധരിക്കുന്നതിന് പകരം ദൈവം ഈ സാഹചര്യത്തിലൂടെ എന്നോട് സംസാരിക്കുന്നുണ്ട്. ഈ സാഹചര്യം എന്നോട് പറയുന്നത് സഹജഭാവത്തിൽ ഈ ലോകത്ത് സഹിക്കുന്ന സകലരെക്കുറിച്ചുമാണെന്നും എല്ലാവരുമായി പങ്കുവെക്കുന്ന ഒരു ജീവിതം ഉണ്ടാകണമെന്നും സമ്പത്തിൽ കേന്ദ്രീകൃതമല്ലാതെ പ്രത്യാശ ദൈവത്തിൽ വെച്ചാണ് മുൻപോട്ട് പോകേണ്ടതെന്നും ഈ ലോകത്തിലെ നേട്ടങ്ങളല്ല സ്ഥിരമായിട്ടുള്ളത്, നിത്യരക്ഷയാണ് ലാക്കാക്കി ജീവിക്കേണ്ടത്, അതുകൊണ്ട് ജീവിതം വ്യയം ചെയ്യുക എന്ന ധർമ്മമാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു. അതുകൊണ്ടാണ് സമ്പത്ത് തേടിയും സൗഭാഗ്യങ്ങൾ തേടിയും നാം ധ്യാന കേന്ദ്രങ്ങളെയും അതേപോലെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളെയൊക്കെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിചാരം നമ്മൾ തീർത്ഥാടനം നടത്തുന്നത് ഭൗതികമായൊരു നേട്ടത്തിന് വേണ്ടിയാണെന്നാണ്. ഇപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് പോകുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് വേളാങ്കണ്ണിയിൽ താഴിട്ട് പൂട്ടുന്നു, വീടുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ ഒരു മരത്തിൽ ചരടുകൾ കെട്ടുന്നു, കല്യാണം നടക്കാൻ വേണ്ടിയാണ്. മുട്ടിലഴയുന്നു, ജീവിതത്തിലെ ദുരിതങ്ങൾ മാറാൻ വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഒരു തീർത്ഥാടനം ലക്ഷ്യമാക്കുന്ന എന്താണ്? നാം ഈ ലോകത്ത് ജീവിക്കുന്നവരാണെങ്കിലും ഈ ലോക ജീവിതം നിത്യരക്ഷയിലേക്കുള്ള യാത്രയാണെന്ന ബോധ്യത്തോടെ ജീവിക്കണമെന്നാണ്. അങ്ങനെ തീർത്ഥാടനത്തിന്റെ അർത്ഥത്തെ വിസ്മരിച്ച്, ദൈവം നമ്മോട് പറയുന്ന വാക്കിനെ വിസ്മരിച്ച്, ദൈവം നമ്മിലൂടെ നിറവേറ്റാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ തീർത്തും അവഗണിച്ച് നാം സ്വന്തം താല്പര്യങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്നു. ഈ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റാനുള്ള മാർഗങ്ങളായി പ്രാർത്ഥനയെയും വിശ്വാസ ജീവിതത്തെയും തെറ്റിദ്ധരിക്കുന്നവരായി നമ്മൾ മാറുന്നു. നമ്മൾ ഈ ലോകത്തോട് ഏത് ക്രിസ്തുവിനെ പ്രഘോഷിക്കും? നമുക്കൊരു അപമാനം ഉണ്ടാകുന്നു. അപമാനം ഉണ്ടാകുമ്പോൾ ആനന്ദിച്ച് ആഹ്ലാദിക്കണം, സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വലുതായിരിക്കും എന്നാണ് ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്. ഒരു അപമാനം ഉണ്ടാകുമ്പോൾ നാം ഈ വചനമാണോ ഹൃദയത്തിൽ വെക്കുക? ദൈവം നമ്മുടെ അപമാനത്തിലൂടെ സംസാരിക്കുന്നത് എന്താണെന്നാണോ നാം ചിന്തിക്കുക? അതോ ഈ അപമാനത്തെ മറികടക്കാൻ എന്ത് ചെയ്യണം എന്നാണോ നമ്മൾ ആലോചിക്കുക? അതുകൊണ്ടാണ് ന്യായീകരണങ്ങളിലേക്കും വ്യക്തിപരമായി നാം നീതിയുള്ളവരാണ് എന്ന് വെളിപ്പെടുത്താൻ ആവശ്യമായ തെളിവുകളിലേക്കും തർക്കങ്ങളിലേക്കൊക്കെ നമ്മൾ ചെന്ന് പതിക്കുക. ഒരപമാനം നമുക്കുണ്ടാകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തു പിലാത്തോസിന്റെ സന്നിധിയിൽ ഇങ്ങനെ അപമാനിതനായി നിന്നിട്ടുണ്ട്. ലോകസമക്ഷം പിശാചുബാധിതനെന്നും സുബോധമില്ലാത്തവനെന്നും ദൈവദൂഷകനെന്നും ആരോപിക്കപ്പെട്ട് നിന്നിട്ടുണ്ട്. പാപികളുടെയും വേശ്യകളുടെയും ചുങ്കക്കാരുടെയും സുഹൃത്തെന്ന നിലയ്ക്ക് അപമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്രകാരമൊക്കെ അപമാനിക്കപ്പെട്ടപ്പോൾ മൗനം പാലിച്ച ക്രിസ്തു യഥാർത്ഥത്തെ വെളിപ്പെടുത്തുന്നത്
ഈ ലോകത്തിലെ അപമാനങ്ങളെ കാര്യമായി പരിഗണിക്കേണ്ടതാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിലാണ് ജീവിക്കുന്നത്, നീതിനിഷ്ഠരാകേണ്ടത് ദൈവസന്നിധിയിലാണ്. കുറവുകളും പോരായ്മകളുമുള്ള നമ്മൾ ദൈവസന്നിധിയിൽ കരം കൂപ്പേണ്ട നിമിഷങ്ങളാണ് ഓരോ അപമാന നിമിഷങ്ങളും എന്ന് നാം മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അപമാനങ്ങളെക്കുറിച്ച് നമ്മൾ വ്യാകുലരാകുന്നു. ഈ ലോകത്ത് നിന്ന് മാന്യത പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഒരു അപമാനം ഉണ്ടാകുമ്പോൾ നമ്മൾ ആകുലരാകുന്നത്. നാം ആകുലരാകുന്നതിന്റെ പിന്നിലുള്ള രഹസ്യം അതാണ്. ഈ ലോകത്ത് നിന്നാണോ മാന്യത ഉണ്ടാകേണ്ടത്, കർത്താവിന്റെ സന്നിധിയിലാണോ നീതിനിഷ്ഠരായി നിൽക്കേണ്ടത് എന്ന കാര്യം നാം ഓർക്കണം. ദൈവത്തിന്റെ സന്നിധി നിൽക്കുമ്പോൾ നമുക്കൊരിക്കലും നമ്മൾ നീതിമാന്മാരാണെന്ന് പറയാൻ കഴിയില്ല. കുറവുകളും പോരായ്മകളും ഏറ്റുപറയേണ്ടി വരും. അങ്ങനെ അനുതാപത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന് പകരം ഒരു അപമാനത്തിന്റെ സാഹചര്യത്തിൽ ദൈവമേ എന്നോട് എന്ത് ഈ ക്രൂരത എന്ന് നമ്മൾ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ക്രിസ്തു കുരിശുവരെ സഹിച്ച സഹനങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ക്രിസ്തുവിനെ അകറ്റി മാറ്റിക്കൊണ്ട് നാം വ്യക്തിപ്രഭാവമുള്ളവരായി ജീവിക്കാൻ, അഭിമാനികളായി ജീവിക്കാൻ പ്രയത്നിക്കുന്നു. അതേപോലെ ദൈവം നിരന്തരമായ സാഹചര്യങ്ങൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മെ തെറ്റിദ്ധരിക്കുന്നു. നമ്മൾ അവരുടെ മുമ്പിൽ നമ്മുടെ ന്യായം വിളമ്പാണ്, നീതീകരിക്കാൻ ശ്രമിക്കുകയാണ്, ഞാൻ അങ്ങനെയല്ലെന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഈ ലോകം നമ്മെ അവിശ്വസിക്കുമ്പോൾ നാം തിരിച്ചറിയേണ്ടത് ക്രിസ്തുവിനെയും അപ്രകാരം ലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ട്, തിരസ്കരിച്ചിട്ടുണ്ട്, അപമാനിച്ചിട്ടുണ്ട്, തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, കുരിശിൽ തറച്ചിട്ടുണ്ട്. അങ്ങനെ ലോകത്തിന്റെ വിധികളെ മാനിക്കാതെ അല്ലെങ്കിൽ ലോകത്തിന്റെ വിധികളിൽ മനസ്സുടക്കാതെ ദൈവമാണ് വിധിയാളൻ എന്ന ബോധ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തുണ്ടാകുന്ന ഏത് സാഹചര്യത്തോടും നമുക്ക് നിസ്സംഗതയോടെ പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. ഈ ലോകമല്ല മാന്യത നൽകുന്നത്, ദൈവസന്നിധിയിലാണ് നീതീകരിക്കപ്പെടുന്നത്. ദൈവമാണ് വിമോചകൻ, ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ, ദൈവമാണ് വിധിയാളൻ. അവന്റെ സന്നിധി നിൽക്കുമ്പോൾ 100 കുറവുകളുള്ളവരാണ് നമ്മൾ. ആ 100 കുറവുകൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഓർത്തുകൊണ്ട് അനുതാപത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. അങ്ങനെ ദൈവം പറയുന്ന വാക്കിന് ഹൃദയത്തിൽ സ്വീകരിക്കുകയും ക്രിസ്തു എന്നിലുണ്ട് എന്ന ബോധ്യത്തോടെ ഈ ലോകത്തോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യണം. ഒരു സാഹചര്യത്തോട് യേശു എങ്ങനെയാണ് പ്രതികരിക്കുക? ഒരു ഇല്ലായ്മയോട്, ഒരു അപമാനത്തോട്, ഒരു സങ്കടത്തോട്, ഒരു ദുരിതത്തോട്, ഒരു പീഡനത്തോട് എങ്ങനെയാണ് ക്രിസ്തു പ്രതികരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതം വഴി വെളിപ്പെടേണ്ടത്. അപ്പോഴാണ് ക്രിസ്തുവിനെ നമുക്ക് ലോകത്ത് വെളിപ്പെടുത്താൻ കഴിയുക. വാസ്തവത്തിൽ ഇപ്രകാരം ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്താൻ കഴിയാത്ത വിധം ഹൃദയം ദുർബലമായി പോയി വിശ്വാസ സമൂഹത്തിൻ്റെതെന്ന് ക്രൈസ്തവ ജീവിതത്തിന്റെ ആനുകാലിക പരിസരങ്ങളെ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ക്രിസ്തു എപ്രകാരമാണ് വെളിപ്പെടുന്നത്? നാം ഈ ലോകത്ത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വന്നവരാണ്. അങ്ങനെ വെളിപ്പെടുത്താൻ വന്നവരാണെങ്കിൽ ഇതാ കർത്താവിന്റെ ദാസി എന്ന മറിയത്തിന്റെ മനോഭാവത്തോടെ ദൈവത്തിന്റെ ദൂതൻ പറഞ്ഞ വാക്കുകൾക്ക് മറിയം വിധേയപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുകയാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കാൻ നമുക്ക് മനസ്സുണ്ടായേനെ. അങ്ങനെ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നാം നേരിടുന്ന ഈ സങ്കടാവസ്ഥയെ, ഈ ദുരിതത്തെ, ഈ പീഡനത്തെ, ഈ ക്രൂശീകരണത്തെ ക്രിസ്തുവിന്റെ മഹത്വത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. അവനോടൊപ്പം മഹത്വത്തിൽ പങ്കുചേരുന്നവരായി നമുക്ക് ജീവിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ ജീവിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആനുകാലിക പരിസരത്തോട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ നമുക്ക് കഴിയൂ. ആദിമ ക്രൈസ്തവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അറിയാം. അവർ പീഡനമേറ്റു, നിന്ദനമേറ്റു, അടികൊണ്ടു. ആ സാഹചര്യത്തിലൊക്കെ അവർ ക്ഷമയുടെ വാദം സ്വീകരിച്ചതാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്താനിടയായത്. അപ്പോഴാണ് അവർ ലോകത്തെ തലകീഴായി മറിക്കുന്നവരാണ്, ഇവർ ക്രിസ്ത്യാനികളാണെന്ന് അന്ത്യോക്യക്കാർ അവരെ നോക്കി വിളിച്ചത്. സഹനങ്ങൾ ഉണ്ടായപ്പോൾ, പീഡകൾ ഉണ്ടായപ്പോൾ അതിൽ നിന്ന് ഓടി അകലാതെ ആ സഹനങ്ങളെയും പീഡകളെയും സ്വീകരിക്കാൻ ക്രിസ്തുവിൽ മനസ്സ് കാണിച്ചപ്പോൾ ക്രിസ്തു വെളിപ്പെട്ടു. അങ്ങനെ ലോകസമക്ഷം ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി ആദിമ ക്രൈസ്തവർ മാറി. ആധുനിക ലോകത്ത് വിശ്വാസത്തിലാണെന്ന് കരുതുകയും ആന്തരികമായി വിശ്വാസത്തെ ത്യജിക്കുകയും ചെയ്ത് ജീവിക്കുന്ന നമ്മൾ ലോകാനുരൂപികളായി മാറിപ്പോകുന്നു. അതുകൊണ്ട് നമ്മിലൂടെ പ്രകടമാകുന്നത് ലോകാനുരൂപിയാണ്. നമ്മിലൂടെ പ്രകടമാകുന്നത് നാം വരച്ചു ചേർത്തൊരു ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമസ്യകൾക്ക് ഉത്തരം നൽകുന്ന, താൽക്കാലികതകളെ പരിഹരിക്കുന്ന, ഈ ലോകത്ത് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യക്തതയോടെ കാണേണ്ടതുണ്ട്. നാം സഭയ്ക്കകത്താണ്, സഭ ക്രിസ്തുവിന്റെ ഗാത്രമാണ്. സഭ ക്രിസ്തുവിന്റെ ഗാത്രമാണെങ്കിൽ സഭയ്ക്കെതിരെ ആരോപണം ഉണ്ടാകുമ്പോൾ നാം വ്യാകുലപ്പെടേണ്ടതില്ല. സഭയ്ക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. സഭ അമിതാധികാരത്തിന്റെ കേന്ദ്രമല്ല, സഭ സ്വാതന്ത്ര്യത്തിന്റെ കേന്ദ്രമാണ്. വിശ്വാസികൾ ക്രിസ്തുവിൽ മുന്നേറുന്നത് തങ്ങളുടെ ജീവിത സമർപ്പണം വഴിയാണ്. നമ്മളിന്ന് അതൊക്കെ മാറി അധികാര കേന്ദ്രങ്ങളായി, അടിച്ചമർത്തലുകളായി, പരസ്പര വിദ്വേഷമായി, തർക്കവിതർക്കങ്ങളിലേക്കൊക്കെ പോകുന്നത് യഥാർത്ഥത്തിൽ നാം ജഡികരായതുകൊണ്ടാണെന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ സ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. തർക്കങ്ങളിലേക്കൊക്കെ നമ്മൾ പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പറയുന്നതാണ് ശരി, എൻ്റെ ഭാഗമാണ് ശരി, ഞാൻ പറയുന്നതാണ് യാഥാർത്ഥ്യം എന്ന നിലയ്ക്ക് നമ്മൾ മാറിത്തീരുന്നു. അതിനു പകരം ദൈവം എൻ്റെ ജീവിതത്തിൽ ഈ സാഹചര്യം അനുവദിക്കുന്നുണ്ട്. ഈ സാഹചര്യം എന്നോട് പറയുന്നത് കേൾക്കാൻ എനിക്ക് കഴിയണം. ഈ സാഹചര്യം എന്നോട് പറയുന്നത് ക്രിസ്തുവിനെ വെളിപ്പെടുത്താനാണ്. അടികൊള്ളുമ്പോൾ വെളിപ്പെടേണ്ടത് ക്രിസ്തുവാണ്. അടികൊള്ളുമ്പോൾ ഇന്ന് വെളിപ്പെടുന്നത് മാനുഷിക ബലമാണ്.
എതിർക്കാനുള്ള ബലമാണ്, എതിർപ്പിന്റെ ശക്തിയാണ്. അടി കൊള്ളുമ്പോൾ ആ അടി സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് ക്രിസ്തു വെളിപ്പെടുക. ഒരു സഹന നിമിഷത്തിൽ ക്രിസ്തു വെളിപ്പെടുന്നത് എങ്ങനെയാണ്? ആ സഹനത്തെക്കുറിച്ചുള്ള വിലാപം ഉണ്ടാകുമ്പോഴാണോ? ആ സഹനത്തെ ദൈവപിതാവിന്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് ഇതെന്റെ മണിക്കൂറാണ്, ഈ മാമോദീസയിലാണ് ഞാൻ എന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ്. മാമോദീസ ഒരു ഓൺഗോയിങ് പ്രോസസ്സാണല്ലോ. തുടങ്ങിയത് ശൈശവത്തിലാണ്. അങ്ങനെ ശൈശവത്തിൽ മാമോദീസ മുങ്ങിയ നമ്മൾ അവിടെ കൊണ്ട് അത് അവസാനിപ്പിക്കുകയല്ല. ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നിമിഷവും, ഓരോ ജീവിത സന്ദർഭങ്ങളിലും ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി മാറണം. സഹനത്തെ സ്വീകരിച്ചുകൊണ്ടും ആക്ഷേപങ്ങളെ സ്വീകരിച്ചുകൊണ്ടും ഒറ്റുകൊടുക്കലിനെയും വഞ്ചനയെയും സ്വീകരിച്ചുകൊണ്ടും ഹൃദയബോധ്യത്തോടെ അവരെന്നെ തള്ളിക്കളയാതെ ചേർത്തിണയ്ക്കുകയും അവന് വേണ്ടി ക്ഷമ യാചിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ മാറുമ്പോഴാണ് ക്രിസ്ത്യാനിറ്റി വെളിപ്പെടുക. സ്തേഫാനോസിൽ അത് വെളിപ്പെടുന്നുണ്ട്. നമ്മിൽ എത്രത്തോളം വെളിപ്പെടുന്നുണ്ട് എന്ന് ആലോചിക്കണം. ഈ സ്നേഹം ക്രിസ്തുവിൽ നിന്ന് അനുഭവിക്കുന്നത് കൊണ്ടാണ് കൊളോസ്യർ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ ശ്ലീഹ പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിൽ ജീവിക്കുവിൻ, നിങ്ങൾ അവനിലാണ് മുദ്രിതമായിരിക്കുന്നത്, നിങ്ങൾ അവനിൽ ജീവിക്കുവിൻ. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും ഒളിഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ ഹൃദയബോധ്യമായി സ്വീകരിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ലോകത്ത് ക്രിസ്തുവിനെ അവതരിപ്പിക്കാൻ കഴിയൂ. ദൈവവചനത്തെ കേവലം അക്ഷരമായി കാണാതെ, വാക്യങ്ങളായി കാണാതെ ക്രിസ്തുവായി തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അക്ഷരത്തിൽ നിന്ന് അവൻ ആളത്വത്തിലേക്ക് കടന്നിട്ടുണ്ട്. ആ ആളത്വത്തിലേക്ക് കടന്ന് ക്രിസ്തു നമ്മിൽ ജീവിക്കുന്നുണ്ട്. നമ്മിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റണം. ജ്ഞാനത്തിന്റെയും അറിവിന്റെയും നിധികളൊക്കെയും അവനിലാണല്ലോ ഒളിഞ്ഞിരിക്കുന്നത്. കൊളോസ്യർ 2:3 പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പരിപൂർണ്ണ ജ്ഞാനമായ ക്രിസ്തുവിലേക്ക് വളരാനാണ് നമുക്ക് കഴിയേണ്ടത്. പരസ്പരബദ്ധമായ സ്നേഹത്തിന്റെ അവസ്ഥയിലാണ് അത് വെളിപ്പെടുക. അവരിന് വേണ്ടി കാരുണ്യമുള്ളവരായിരിക്കുമ്പോഴാണ് അത് വെളിപ്പെടുക. ഈ ലോകത്തെ മുഴുവൻ സ്നേഹിക്കുമ്പോഴാണ്. സ്നേഹ പറയുന്നുണ്ട്, നേരിട്ട് കണ്ടിട്ടില്ല, കാണാത്തവർക്ക് വേണ്ടിയൊക്കെയാണ് ഞാൻ സഹിക്കുന്നത്, കാണാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. തമ്മിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരെ പോലും സ്വന്തം സഹോദരങ്ങളായി സ്വീകരിക്കാൻ കഴിയും വിധം ഒരു മാനവികമായ ഉയർച്ച ഹൃദയത്തിനുണ്ടാകുന്നില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റുക? എവിടെ ഒരാൾക്ക് അടി കൊള്ളുന്നുവോ, എവിടെ ഒരാൾക്ക് വേദന ഉണ്ടാകുന്നുവോ, അപ്പോൾ നമുക്ക് വേദനിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം ലോകത്ത് വിളമ്പാൻ പറ്റുക? കവി പാടിയത് ഓർക്കുന്നില്ലേ? എങ്ങു മനുഷ്യന് ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിയിടുകയാണ്, എങ്ങോ മർദ്ദനം അവിടെ പ്രഹരം വീഴുവതെന്റെ പുറത്താകുന്നു. നമ്മൾ കരയേണ്ടത് നമുക്ക് വേണ്ടിയല്ല. ലോകത്ത് യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ക്രിസ്തുവിലേക്ക് നമ്മുടെ ഹൃദയം ഉയരുക എന്നതിനർത്ഥം അവനോട് കരുണ കാണിക്കുന്നവരായി, അനുകമ്പ കാണിക്കുന്നവരായി, വിശക്കുന്നവനോട് പക്ഷം ചേരുന്നവരായി മാറുമ്പോഴാണ്. വാസ്തവത്തിൽ നമ്മുടെ സുവിശേഷ പ്രഘോഷണ മേഖലയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിശക്കുന്നവനെ കുറിച്ചുള്ള ആലോചന ഉണ്ടാകുന്നില്ല. വിശക്കുന്നവന് വേണ്ടി, നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് നമ്മളെന്ന ബോധ്യം ഉണ്ടാകുന്നില്ല. മണിപ്പൂരിൽ അക്രമം ഉണ്ടാകുന്നു, ദേവാലയങ്ങൾ തകരുന്നു, ക്രിസ്ത്യാനികളായവർ പീഡിപ്പിക്കപ്പെടുന്നു. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്കല്ല, മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്നു, മാനുഷികത തകരുന്നു. അതുകൊണ്ട് പരസ്യമായി ബലാത്സംഗം ചെയ്യുന്ന അവസരം ഉണ്ടാകുന്നു. ജീവിതം തകരുകയാണ്, മനുഷ്യർ വ്യാകുലപ്പെടുകയാണ്, യുദ്ധങ്ങളിൽ കുഞ്ഞുങ്ങൾ മരിക്കുകയാണ്, കുഞ്ഞുങ്ങളുടെ നേരെ ബോംബിടാനായിട്ട് രാജ്യങ്ങൾ തയ്യാറാകുന്നു. ഈ ആധിപത്യ മനോഭാവം ലോകത്തെ തകർക്കുകയാണ്. ഈ ആധിപത്യ മനോഭാവത്തെ, അല്ലെങ്കിൽ മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ യുദ്ധവെറിയെ നശിപ്പിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് സ്നേഹമാണ്. ആ സ്നേഹത്തെ എങ്ങനെ പ്രഘോഷിക്കണം? ഐക്യദാർഢ്യത്തിലൂടെ, വിശക്കുന്നവനോട് പക്ഷം ചേരുന്നതിലൂടെ, വേദനിക്കുന്നവന്റെ പക്ഷം ചേരുന്നതിലൂടെ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോഴാണ് ക്രിസ്തു വെളിപ്പെടുക. കരയുന്ന ഒരുവന്റെ കണ്ണീരൊപ്പാൻ കരമില്ലെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തോട് പറയാൻ പറ്റുക? ഈ ലോകത്ത് നിരവധിയായ ആധിപത്യങ്ങളും അടിമത്തങ്ങളും നിലനിൽക്കുന്നു. ഈ അടിമത്തത്തിനെതിരെ, ആധിപത്യ സ്വഭാവങ്ങൾക്കെതിരെ ശിരസ്സുയർത്താൻ കഴിയുന്നില്ലെങ്കിൽ, സ്വരമുയർത്താൻ കഴിയുന്നില്ലെങ്കിൽ ക്രിസ്തുവുമായി നമുക്കെന്ത് ബന്ധം? നീതിക്ക് വേണ്ടി പീഡകൾ സഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. അതുകൊണ്ടാണ് സ്റ്റാൻ സാമിയച്ചൻ ഭാഗ്യവാനായി മാറുന്നത്. നീതിക്ക് വേണ്ടി പീഡ സഹിക്കുന്നു, ദളിതർക്ക് വേണ്ടി പീഡ സഹിക്കുന്നു. ഇന്ത്യയിലുടനീളം പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്ന ആനുകാലിക സാഹചര്യം ദളിതർ പീഡിപ്പിക്കപ്പെടുന്നതാണ്, മതന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നതാണ്, മതത്തിന്റെയും ജാതിയുടെയും പേരിൽ മനുഷ്യൻ വെട്ടിമുറിക്കപ്പെടുന്നതാണ്. ഇപ്രകാരം നീതീകരിക്കാനാവാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാം നിശബ്ദരായിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മിൽ പ്രകാശിക്കുന്നില്ലെന്ന് വേണം കരുതാൻ. അവനവന്റെ ജീവിതത്തെ മാത്രം പ്രധാനമായി കാണുകയും എൻ്റെ ജീവിത സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ് വിശ്വാസം എന്ന നിലയ്ക്ക് നാം ചുരുങ്ങുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ നിന്ന് നാം അകന്നു പോവുകയാണ്. അതുകൊണ്ട് സഭയുടെ പ്രഘോഷണത്തിൽ നമ്മൾക്ക് പങ്കുചേരാൻ കഴിയണം. ദരിദ്രനോട് പക്ഷം ചേരാൻ പറ്റണം, വിശക്കുന്നവനോട് പക്ഷം ചേരാൻ പറ്റണം, നീതിക്ക് വേണ്ടി പോരാടുന്നവരായിട്ട് മാറണം, അടികൊള്ളുന്നവന്റെ കൂടെ ആയിരിക്കാൻ പറ്റണം, നമ്മുടെ പുറം അവന് വേണ്ടി കാട്ടിക്കൊടുക്കുന്നവരായി മാറാൻ നമുക്ക് കഴിയണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, ഒരു ജനനം ആവശ്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ? ഈ സാമാന്യ ജീവിതത്തിൽ നിന്ന് ഒരു വീണ്ടും ജനനം നമുക്ക് ആവശ്യമില്ലേ? ഈ സാമാന്യ ജനനത്തിൽ നിന്ന് ഒരു വീണ്ടും ജനനാവസ്ഥ നമ്മുടെ മാമോദീസ ഉൾക്കൊള്ളുന്നുണ്ട്.
മാമുദീസ നിരന്തരമായ ഒരു പ്രോസസ്സാണെന്ന് പറഞ്ഞല്ലോ. ശൈശവത്തിൽ നാം സ്വീകരിച്ച മാമുദീസ പൂർണ്ണമാകുന്നത് മരണത്തോടെയാണ്. മരണം വരെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിലും വിശക്കുന്നവനോടും നീതി നിഷേധിക്കപ്പെടുന്നവനോടും കൂടെ ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മളിലൂടെ ക്രിസ്തു വെളിപ്പെടുക. ഇത് സ്വന്തം സുരക്ഷിതത്വത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സുരക്ഷിതരായി ജീവിക്കാൻ സാധ്യമല്ല. സത്യം വിളിച്ച് പറയുമ്പോൾ അടികൊള്ളുന്ന അനുഭവം ഉണ്ടാകും. മറ്റുള്ളവർ നമ്മെ നിഷിക്കും, തിരസ്കരിക്കും, കൂടെ നിൽക്കുന്നവർ വഞ്ചിക്കും. അങ്ങനെയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രിസ്തുഭാവം നമ്മിലൂടെ വെളിപ്പെടുന്നുവെങ്കിൽ മാത്രമേ ആനുകാലിക ലോകത്ത് ക്രിസ്തുവിനെ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയൂ. മറിയം ഹൃദയം തുറന്നു കൊടുത്തത് കൊണ്ട് ക്രിസ്തു ഭൂമിയിൽ അവതീർണനാവുന്നു. മറിയത്തിന്റെ അനുവാദത്തോടെയാണ് അവളുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന് രൂപം നൽകുന്നത്. അങ്ങനെ ക്രിസ്തു മനുഷ്യനായി ഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ട് ഈ ഭൂമിയിൽ വന്ന് അവൻ ദരിദ്രരോടും വിധവകളോടും വേശ്യകളോടും ചുങ്കക്കാരോടും ഒക്കെ ചേർന്ന് നടന്നു. അങ്ങനെ നടന്ന വഴിയിലൊക്കെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചു. ആരും അന്യരല്ലെന്നും ആരും അവഗണിക്കപ്പെടേണ്ടവരല്ലെന്നും ഏറ്റവും ചെറിയവൻ പോലും പ്രധാനപ്പെട്ടവനാണെന്നും ക്രിസ്തു പ്രഖ്യാപിച്ചു. നമ്മളോ നമ്മുടെ ജീവിതത്തിൽ നാം കെട്ടിയ കോട്ടകൾക്കകത്ത് സുരക്ഷിതരായി ജീവിക്കാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയാക്കി ഉപകരണമാക്കി ജീവിക്കാമെന്ന് തെറ്റിദ്ധരിക്കുന്നു. ക്രിസ്തുഭാവം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ക്രിസ്തുഭാവത്തെ വീണ്ടെടുക്കാനാവണം ഒരു ആഗമന കാലത്ത് പിറവി തിരുനാളിനായിട്ട് നാം ഒരുങ്ങേണ്ടത്. നമ്മിൽ ക്രിസ്തു പിറവികൾ കൊള്ളേണ്ടതുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിലൂടെയാണ്, ദൈവത്തിന്റെ വാക്ക് സ്വീകരിക്കുന്നതിലൂടെയാണ്. ദൈവത്തിന് നമ്മോട് പറയാനുള്ള ഒറ്റ വാക്ക് യേശുവാണ്. ദൈവം രക്ഷിക്കുന്നു. ആ ഒരൊറ്റ വാക്കാണ് നമ്മോട് പറയാനുള്ളത്. ക്രിസ്തു എങ്ങനെയാണ് ജീവിതം വഴി ഈ വാക്കിനെ പ്രയോഗവൽക്കരിക്കുന്നത്? നമ്മുടെ ജീവിതം വഴി ക്രിസ്തുവിനെ പ്രയോഗവൽക്കരിക്കാൻ നമുക്ക് കഴിയണം. വിശക്കുന്നവന് ഭക്ഷണമായും ദാഹിക്കുന്നവന് കുടിനീരായും കിടപ്പാടമില്ലാത്തവന് വസതിയായും എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടവന് ഹൃദയത്തിൽ ഇടം കൊടുക്കുന്നവരായി മാറുമ്പോൾ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ ലോകത്ത് കാട്ടിക്കൊടുക്കാൻ പറ്റൂ. വലിയ ദേവാലയങ്ങളും ആഡംബര രമ്യകർമ്മങ്ങളുമല്ല ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തുന്നത്. ധ്യാന കേന്ദ്രങ്ങളിൽ ഓടിക്കൂടുന്ന ആൾക്കൂട്ടമല്ല ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത് നമ്മുടെ ജീവിതമാണ്. ആ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. അത്തരത്തിലൊരു ബോധ്യത്തോടെ ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും ഇടയാകട്ടെ. ദൈവത്തിന്റെ വാക്ക് ഹൃദയത്തിൽ സ്വീകരിക്കണം. അത് ക്രിസ്തു എന്നാണ്. സദ്വാർത്ത ക്രിസ്തു മാത്രമാണ്. ആ സദ്വാർത്ത ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമെങ്കിൽ ആ സദ്വാർത്ത ലോകത്തിന് പകർന്നു കൊടുക്കാൻ അവനെപ്പോലെ തകർന്നും അവനെപ്പോലെ സഹിച്ചും അവനെപ്പോലെ ത്യജിച്ചും അവനെപ്പോലെ സ്വയം സമർപ്പിച്ചും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റണം. ഒരു സുഹൃത്ത് ചോദിക്കുകയുണ്ടായി, ഇത് ഏത് സഭയാണ്? ഒരു സംശയവും വേണ്ട, ഇത് കത്തോലിക്ക സഭയാണ്. സഭ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. വിശക്കുന്നവനോടും ദരിദ്രനോടും പീഡിതനോടും പക്ഷം ചേരാനാണ്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത്, സ്വസ്ഥമായി ജീവിക്കാനല്ല, തെരുവിൽ മുറിവേറ്റവരോടുകൂടെ മുറിവേറ്റ് കാണപ്പെടാനാണ് താൻ ആഗ്രഹിക്കുന്നത്. മുറിവേറ്റ് കാണപ്പെടേണ്ടവരാണ് നമ്മൾ. ഈ ലോകം നമ്മെ മുറിവേൽപ്പിക്കുമെങ്കിൽ നിശ്ചയമായും നാം ഈ ലോകത്തെ സ്നേഹിച്ചു ക്രിസ്തുവിനെ പ്രതി എന്ന് വെളിപ്പെടും. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഹൃദയബോധ്യത്തോടെ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ, അകമേ വസിക്കുന്ന ക്രിസ്തുവിലായിരിക്കാൻ, ക്രിസ്തുവിലൊരു നവജീവിതം ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കാൻ ഈ പിറവി തിരുനാൾ ആചരണങ്ങൾ നമ്മെ സഹായിക്കേണ്ടതുണ്ട്. കേവലാചരണത്തിൽ ഒതുങ്ങിപ്പോകാതെ, കെട്ടുന്ന പുൽക്കൂടുകളിൽ ഒതുങ്ങിപ്പോകാതെ, ആഡംബരമായ നക്ഷത്ര വിളക്കുകൾ തൂക്കി ആഘോഷം ഗംഭീരമാക്കാമെന്ന കമ്പോളത്തിന്റെ വ്യാമോഹത്തിൽ പെട്ടുപോകാതെ ജീവിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയും. അങ്ങനെ കഴിയാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സജ്ജരാക്കട്ടെ, ശക്തരാക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.